മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ജാനമ്മ. അത് കാണുമ്പോൾ ജാനമ്മയുടെ മോൻ വന്നിട്ട് പറയുക, എന്താ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ആ മോൻ പറയുകയാണ്, എന്താ ഞങ്ങളെ ജയിലിലാക്കാൻ വേണ്ടിയിട്ടാണോ തീരുമാനം, അമ്മയുടെ തീരുമാനം, അതുകൊണ്ടാണോ പോവാതിരിക്കുന്നത്? അത് പറ്റില്ല, എന്നും പോകുന്ന പോലെ തന്നെ അവിടെ ജോലിക്ക് പോകണം എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ജാനമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ മഹാവിഷമത്തോട് കൂടിയിട്ട് ജാനമ്മ അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് പേടിച്ചാണ് കേട്ടോ. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും അനന്തു കാണുകയാണ്. അനന്തു കണ്ടതും കണ്ണനോട് പറയണം, ദാ വന്നല്ലോ ആള് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ജാനമ്മ ആകെ പേടിച്ച് വിറയ്ക്കുകയാണ് കേട്ടോ. ഇവരെന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് എന്ന്. പക്ഷേ ഒന്നും അറിഞ്ഞതായി അവർ പറയുന്നതുമില്ല. ജാനമ്മ അങ്ങനെ ഭയപ്പാടോട് കൂടിയിട്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അകത്ത് പോയിട്ട് കുഞ്ഞിനെ കാണുകയാണ്. കുഞ്ഞിനെ കാണുമ്പോൾ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല കേട്ടോ. അതിനുശേഷം അടുക്കളയിൽ പോയിട്ട് സർവ്വ ദൈവങ്ങളെയും വിളിച്ച് ജാനമ്മ പ്രാർത്ഥിക്കുകയാണ്. ഓ, ആ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ, ദൈവങ്ങളെ നിങ്ങൾ കാത്തല്ലോ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ലേഖയും മഹിയും അതുപോലെ തന്നെ കണ്ണനും വന്നിട്ട് ജാനമ്മയോട് പറയുകയാണ്, ജാനമ്മേ നിങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങളെ നോക്കിയതായിരിക്കും, പക്ഷേ ഈ കുഞ്ഞ് അതുപോലെയല്ല, ഇതൊരു സ്പെഷ്യൽ കുഞ്ഞാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് ഭയങ്കര പ്രശ്നമുണ്ടായി. ഇന്നലെ ഈ കുഞ്ഞ് ആശുപത്രിയിൽ പോവുകയും നൊരയും പതിയും വരികയും എല്ലാം ചെയ്തു. അതുകൊണ്ട് ജാനമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് കണ്ണൻ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ലേഖ പറയും, ഇവർ വന്നപ്പോഴേ എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ലേഖയുടെ മനസ്സിലുള്ള അമർഷം മുഴുവൻ ജാനമ്മയോട് തീർക്കുകയാണ്. പിന്നീട് കരുണ അതേസമയം പൂജാറൂമിൽ പോയിട്ട് നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് പൂജാറൂമിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അയ്യപ്പനോട് പറയുകയാണ്, അയ്യപ്പ എനിക്ക് ഒരു ദിവസത്തെ സന്തോഷം മാത്രം നീ തന്നാൽ മതി. ഞാൻ നിന്നോട് എത്ര തവണ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, നീ എനിക്കത് തരണം. അവളും അവളുടെ കുഞ്ഞിൻ്റെ നാശം അത് മാത്രമാണ് എനിക്ക് കാണേണ്ടത് എന്ന് പറയണം. അത് അങ്ങനെ പറയുമ്പോൾ ആ അയ്യപ്പ വിഗ്രഹത്തിന് ഭയങ്കര ഒരു ദൃശ്യം നമുക്ക് കാണാൻ പോകുകയാണ് കേട്ടോ. നല്ലൊരു പ്രകാശം പരത്തുകയാണ് കേട്ടോ. അതിനുശേഷം അവിടെ നിന്നും പുറത്തേക്ക് വരുന്ന കരുണെ ദുർഗ കാണുകയാണ്. ദുർഗ കണ്ടതെന്ന് ചോദിക്കുക, എന്താടി നീ പതിവിലും കവിഞ്ഞു പോയി പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അവരുടെ നാശം കാണാൻ വേണ്ടിയിട്ടാണ് നീ പ്രാർത്ഥിക്കുന്നത്, പക്ഷേ അവരുടെ നാശം നിനക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അമ്മേ ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ എൻ്റെ കുഞ്ഞിനും അതുപോലെ ഉണ്ണിയേട്ടനും വേണ്ടി പ്രാർത്ഥിച്ചാണ്. അമ്മ എപ്പോഴും എന്താ ഞങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് എന്ന് കരുണ പറയണം. തെറ്റിദ്ധരിക്കുകയോ, നിന്നെ എനിക്ക് കാണുന്നതേ അലർജിയാണ്, പിന്നെയാണോ നീ അവരുടെ നാശത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുകയുള്ളൂ? എൻ്റെ കുഞ്ഞിനെ കൊലക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നീ നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ അച്ഛനും കൂടിയിട്ട്, അതൊരിക്കലും നടക്കില്ല എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വളരെ എന്താ പറയുക, അത്രയും മനോഹരമായൊരു എപ്പിസോഡാണ്. എപ്പിസോഡുമായി വൈകുന്നേരം കാണാം. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.